ഹലോ കൂട്ടുകാരെ, ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ശാരികയെ പൊളിച്ചടുക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മുടെ അനീഷ് പഴാക്കാതിരിക്കുകയാണ്. അനീഷ് പറയുന്നതനുസരിച്ച് ശാരിക കള്ളം പറഞ്ഞാണ് ഇവിടെ വന്നതെന്ന് സമർത്ഥിക്കാനാണ് അനീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത്, ശാരിക നമ്മുടെ ആര്യനെ ഹോട്ട് സീറ്റിൽ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യുകയാണ്. അതായത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങളെ എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ നടത്തുകയാണ്. അപ്പോൾ ആര്യൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ശാരിക പറയണ, ഇല്ല, ഞാൻ നിങ്ങളുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഞാനൊരു സിനിമ നടനാണ്, സിനിമയിൽ അഭിനയിച്ചു, ഞാനൊരു സ്റ്റാർ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇത് കണ്ടുകൊണ്ടുവന്ന നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, കിട്ടി, ശാരികയെ കിട്ടിയപ്പം ഉടനെ പറയാണ്, ഓഹോ, ഇങ്ങനെയാണല്ലേ ശാരിക ഇന്റർവ്യൂ നടത്തുന്നത്, വന്നിരിക്കുന്ന ഗസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയാതെ നേരത്തെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണല്ലേ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാല് ശാരിക അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ് നമ്മുടെ അനീഷ്. ശാരികയുടെ ഇന്റർവ്യൂ എല്ലാം പ്രീ പ്ലാന്റഡ് ആണെന്നും സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്നും അനീഷ് പറഞ്ഞപ്പോൾ അത് ശാരിക അക്സെപ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തു. അപ്പൊ പിന്നെ ശാരിക എന്തോന്ന് ജനങ്ങളെ പറ്റിക്കുകയാണ്. ശാരികയെ സമ്മതിക്കുന്നുണ്ട്, അതൊരു ഇന്റർവ്യൂ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ഷോ ആണെന്നാണ് പറയുന്നത്. ഇന്റർവ്യൂ ഒന്നും ശാരിക പറയുന്നില്ല, ഒരു ഷോ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ട് വിശ്വസിച്ച നമ്മളെല്ലാം പൊട്ടന്മാരാണ്. നമ്മൾ ആരായി? നമ്മൾ ശശിയായി. എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് കറക്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് പോകുന്നത്. കാരണം അനീഷ് ഇപ്പൊ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ശാരികയെ.